ഹേ ഹലോ ഗുഡ് മോർണിംഗ് വെൽക്കം ടു കേരള സ്റ്റോക്ക് മാർക്കറ്റ് ഗേറ്റ്. അപ്പോൾ അമേരിക്കയുടെ താരിഫ് ഇഷ്യൂമായിട്ട് ബന്ധപ്പെട്ട് മാർക്കറ്റ് നമ്മളെല്ലാം ഇന്നലെ ഒന്ന് പേടിപ്പിച്ചല്ലേ. അപ്പോൾ നമ്മൾ ഇനിയുള്ള ദിവസങ്ങളിൽ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ എനിക്ക് ആദ്യമേ തന്നെ സൂചിപ്പിക്കാനുണ്ട്. ആൻഡ് നിഫ്റ്റിയുടെ ലെവൽസ് നമ്മൾ കുറച്ച് സൂക്ഷ്മതയോടെ ഇനിയുള്ള ദിവസങ്ങൾ വാച്ച് ചെയ്യണം. അത് വാച്ച് ചെയ്ത് മാത്രം മുൻപോട്ടുള്ള ട്രേഡ്സ് എടുക്കാൻ പാടുള്ളൂ. അപ്പം റിലവൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ വളരെ ചുരുക്കി നിങ്ങളോട് പറയുകയാണ്. അപ്പം മാർക്കറ്റ് ഇന്നലെ നമ്മളെല്ലാവരും ഒന്ന് പേടിപ്പിച്ചു, ഒരു 200 പോയിൻറ്റ്സിൻ്റെ ഡൗൺ സൈഡ് തന്നു. ബട്ട് മാർക്കറ്റ് ക്രൂഷ്യൽ സപ്പോർട്ട് റേഞ്ചിന് മുകളിൽ ഇന്നലെ ക്ലോസ് ചെയ്തിട്ടുണ്ട്. സോ നമുക്ക് അത്രയും ഭയക്കേണ്ട ആവശ്യമില്ല. അപ്പം ഇന്ന് അല്ലെങ്കിൽ ഇനിയുള്ള 2-3 ദിവസങ്ങൾ മാർക്കറ്റ് ഈ ഒരു ക്രൂഷ്യൽ സപ്പോർട്ട് റേഞ്ചിന് മുകളിൽ ട്രേഡ് ചെയ്യുവാണെങ്കിൽ ഒരു 700 പോയിൻറ്റ്സിൻ്റെ അപ്സൈഡ് വരുന്ന ദിവസങ്ങളിൽ നമുക്ക് പ്രതീക്ഷിക്കാം. മറിച്ച് ഈ സപ്പോർട്ട് റേഞ്ച് വീണ്ടും ബ്രേക്ക് ചെയ്ത് താഴോട്ട് വരുവാണെങ്കിൽ ഒരു 600 to 800 പോയിൻറ്റ്സിൻ്റെ ഡൗൺ സൈഡും ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. ഇത് എൻ്റെ മാത്രം ഒരു കാൽക്കുലേഷനാണ്. ഓക്കെ, അപ്പോൾ നമ്മളെ ഗവൺമെൻറ്റിൻ്റെ സ്റ്റാൻഡ് എന്താണ്? നമ്മൾ ട്രംപിൻ്റെ ഭീഷണിക്ക് മുന്നിൽ വഴങ്ങത്തില്ല എന്നും നമ്മുടെ അഗ്രികൾച്ചർ അല്ലെങ്കിൽ ഫാമിംഗ് സെക്ടേഴ്സ് US പോലുള്ള മാർക്കറ്റുകൾക്ക് തുറന്നു കൊടുക്കത്തില്ല എന്നും നമ്മൾ ഏകദേശം ദൃഢനിശ്ച എടുത്തിട്ടുണ്ട്. സോ ഗവൺമെൻറ് നമുക്ക് എന്താ പറയുക, നമ്മുടെ രാജ്യത്തിൻ്റെ ഒരു സ്റ്റാൻഡ് വ്യക്തമാക്കിയിട്ടുണ്ട്. സോ നമ്മൾ ട്രംപിൻ്റെ ഭീഷണിക്ക് മുന്നിൽ എന്തായാലും വഴങ്ങത്തില്ലെന്നും നമ്മൾ ശക്തമായ നടപടികൾ അതിന് വേണ്ടിയിട്ട് എടുക്കുമെന്നും ഗവൺമെൻറ് നമുക്കൊരു കോൺഫിഡൻസ് തരുന്നുണ്ട്. അത് ഇൻവെസ്റ്റേഴ്സിനായാലും ട്രേഡേഴ്സിനായാലും ഒരു കോൺഫിഡൻസ് തന്നെയാണ്. ഇപ്പം നമുക്കറിയാം, ഇപ്പം നമ്മളെപ്പോലത്തുള്ള ഇന്ത്യൻ മാർക്കറ്റ് ബേസിക്കലി എന്താണ് US പോലുള്ള വലിയ മാർക്കറ്റുകളിൽ നിന്നുണ്ടാകുന്ന ഭീഷണികൾക്ക് മുന്നിൽ പതറാറുണ്ട്. കാര്യം അങ്ങനെയാണ്, നമ്മൾ വോളറ്റൈലായിട്ട് നമുക്ക് ആ ഒരു സ്ട്രെങ്ത്ത് ഇല്ല. നമുക്ക് എന്താ പറയുക, ഇപ്പം ഗ്ലോബലി നടക്കുന്ന ചെറിയ കാര്യങ്ങൾ പോലും നമ്മുടെ മാർക്കറ്റിനെ എഫക്റ്റ് ചെയ്യാറുണ്ട്. നമ്മുടെ ഇൻവെസ്റ്റേഴ്സ് അല്ലെങ്കിൽ ട്രേഡേഴ്സ് പാനിക് ആവാറുണ്ട്. സോ ഇങ്ങനത്തെ ചെറിയ ഇഷ്യൂസ് വരുമ്പോഴത്തേക്ക് മാർക്കറ്റിൽ ഒരു ഫ്ലക്ച്വേഷൻസ് സ്വാഭാവികമാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു റേഞ്ച്, ഇപ്പം നിഫ്റ്റിയുടെ ഈ റേഞ്ച് മാർക്കറ്റ് ഹോൾഡ് ചെയ്യുന്നുണ്ടെങ്കിൽ തുടർച്ചയായിട്ട് ഈ ഒരു 3-4 ദിവസം നമുക്ക് നോക്കാം, വാച്ച് ചെയ്യാം. ഈ ഒരു റേഞ്ച് ഹോൾഡ് ചെയ്യുന്നുണ്ടെങ്കിൽ മാർക്കറ്റിൽ ഒരു അപ്സൈഡ് തന്നെയാണ് എൻ്റെ ഒരു പ്രതീക്ഷ. അപ്പം ട്രംപിൻ്റെ ഇഷ്യൂ ആയിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളെന്ന് പറഞ്ഞാൽ, ട്രംപ് സൂചിപ്പിച്ച ഒരു കാര്യം, ഫാർമസ്യൂട്ടിക്കൽ മേഖലകളെ തിരിവിൽ നിന്നും ഒഴിവാക്കുമെന്നും മറിച്ച് ഇനിയുള്ള ദിവസങ്ങളിൽ മേ ബി തിരുവ ആ മേഖലകളിലേക്കും കൊണ്ടുവരും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ഫാർമസ്യൂട്ടിക്കൽ എന്ന് പറയുമ്പോൾ CNX ഫാർമ. ഇപ്പോൾ ഫാർമ കമ്പനികൾ നിലവിൽ കുറച്ച് സേഫാണ്. ബട്ട് ട്രംപ് തിരുവ കൂട്ടുവാണെങ്കിൽ നമുക്ക് അതിലും ഒരു എന്താ പറയുക, ഒരു ഡേഞ്ചറസ് സിറ്റുവേഷനിലേക്ക് ഫാർമ സ്റ്റോക്സും പോകാൻ സാധ്യതയുണ്ട്. ആൻഡ് നമ്മൾ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യമെന്ന് പറഞ്ഞാൽ നമ്മളെ ടെക്സ്റ്റൈൽ സ്റ്റോക്സ് ആണ്. ഇപ്പം നമുക്കറിയാം, ഇന്ത്യയിൽ നിന്നുള്ള ടെക്സ്റ്റൈൽ പ്രൊഡക്ട്സ്, പിറ്റെക്സ് പോലുള്ള ഗ്രൂപ്പുകൾക്കായാലും ശരി, അമേരിക്ക ഒരു പ്രധാനപ്പെട്ട മാർക്കറ്റാണ് അല്ലേ. അപ്പോൾ അങ്ങനത്തെ ഗ്രൂപ്പുകൾ ട്രേഡ് ചെയ്യുന്നവർ ശ്രദ്ധിക്കുക. ടെക്സ്റ്റൈൽ സ്റ്റോക്സിലൊക്കെ വോളറ്റൈലായിട്ടുള്ള മൂവ്മെൻറ്റ്സ് ഉണ്ടാവാം. സോ കെയർഫുള്ളി അവോയ്ഡ് ചെയ്യാൻ ശ്രമിക്കുക. നമുക്ക് വലിയ റിസ്ക് എടുത്തെന്നോളം ഒന്നും മുൻപോട്ട് പോകേണ്ട ആവശ്യമില്ലല്ലോ. നമുക്ക് കുറച്ച് സേഫ് സൈഡിൽ ഇരിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ ടെക്സ്റ്റൈൽ സ്റ്റോക്സ് ആയാലും ഫാർമ സ്റ്റോക്സ് ആയാലും ട്രേഡ് ചെയ്യുമ്പോഴത്തേക്കും കുറച്ച് കോഷ്യസ് ആയിട്ട് മാത്രം നോക്കുക. ടെക്സ്റ്റൈൽ സ്റ്റോക്സ് എന്തായാലും ഒഴിവാക്കുക. കാര്യം നമുക്ക് മാക്സിമം അതിൽ നിന്ന് എന്താ പറയുക, ലോസ് ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലെന്നാണ് എൻ്റെ ഒരു അനാലിസിസ് പ്രകാരം എനിക്ക് തോന്നുന്നത്. സോ ഫാർമയിലായാലും വലിയ എക്സ്പോഷർ ഒന്നും കൊടുക്കാതെ മാത്രമേ നിങ്ങൾ ട്രേഡ് ചെയ്യാൻ പാടുള്ളൂ. സൂക്ഷിച്ചും കണ്ടും നിന്നാൽ നമുക്ക് നമ്മുടെ ക്യാപിറ്റൽ സേവ് ചെയ്യാൻ പറ്റും. സോ ഇപ്പോൾ നമുക്ക് ഇൻഡെക്സിൽ നിഫ്റ്റി നമ്മൾ കണ്ടു. ഇപ്പോൾ 50 മിനിറ്റ്സും കൂടെ നോക്കിയിട്ട് നമുക്ക് നോക്കാം. ഇൻട്രാഡേ ലെവൽസും കൂടെ നമുക്കൊന്ന് പരിശോധിച്ച ശേഷം ബാക്കി ഒരു സെക്ടറും കൂടെ നമുക്ക് നോക്കണം. അപ്പോൾ നിങ്ങൾ നോക്കിയാൽ ബേസിക്കലി മാർക്കറ്റ് ഇന്നലെ ഒരു അപ്സൈഡ് മൊമെൻറ്റം തന്നിട്ടുണ്ട്. ആൻഡ് നമുക്കിപ്പോൾ നിഫ്റ്റിയിലാണെങ്കിൽ ഈ ഒരു റേഞ്ച് ബ്രേക്ക് ചെയ്യട്ടെ, 24,730 എന്നുള്ള റേഞ്ച് ബ്രേക്ക് ചെയ്യണം. ആൻഡ് മേജർ റെസിസ്റ്റൻസ് ഏരിയാസ് മുകളിൽ വീണ്ടും ഉണ്ട്. 24,930 എന്നുള്ളതും നല്ലൊരു സെല്ലിംഗ് സോണാണ്. അവിടെ വലിയ കുറച്ച് ക്യാൻഡിൽസ് നോക്കി. അപ്പോൾ ആ ഒരു ഭാഗത്ത് OA ബിൽഡപ്പ് നമുക്ക് നോക്കിയാലും അറിയാം, അവിടെ സെല്ലേഴ്സ് കൂടുതൽ വിസിബിൾ ആയിരിക്കും. നമ്മൾ OA ബിൽഡപ്പ് നോക്കിയാൽ നമുക്കത് വിസിബിൾ ആയിരിക്കും. ആ ഒരു ഏരിയയിൽ സെല്ലേഴ്സ് എന്തായാലും ഉണ്ടാകും. സോ നമ്മൾ നിഫ്റ്റിയിലായാലും ശരി വലിയ എക്സ്പോഷറൊന്നും കൊടുക്കാതെ ട്രേഡ് ചെയ്യാതിരിക്കുക. നമ്മൾ ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്ത് വാച്ച് ചെയ്യുക. നമ്മൾ ഇപ്പോൾ ഓപ്ഷൻ ട്രേഡിങ് നിങ്ങൾക്കറിയാം വളരെ റിസ്ക്കിയുള്ള കാര്യമാണ്. ഓപ്ഷൻ ട്രേഡിങ് ചെയ്യുന്നവരെല്ലാം വളരെ സൂക്ഷിച്ചും കണ്ടും മാത്രം ഈ ഒരു ദിവസങ്ങളിലുള്ള ഇൻഡെക്സ് ട്രേഡിങ് ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത സെക്ടർ എന്ന് പറഞ്ഞാൽ ബാങ്ക് നിഫ്റ്റിയും കൂടെ ഒന്ന് നോക്കാം. നിങ്ങൾ ബാങ്ക് നിഫ്റ്റി ഞാൻ ഇന്നലെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ബാങ്ക് നിഫ്റ്റി എന്താ കണ്ടില്ലേ, ഇന്നലെ ഒരു നല്ലൊരു ബുള്ളിഷ് ക്യാൻഡിൽ തന്നിട്ടുണ്ട് മാർക്കറ്റ്. സോ ബാങ്ക് നിഫ്റ്റിയിലും ഞാനൊരു അപ്സൈഡ് മൂവ്മെൻറ്റും പ്രതീക്ഷിക്കുകയാണ്. ഈ ഒരു സപ്പോർട്ട് ഹോൾഡ് ചെയ്യുവാണെങ്കിൽ 57,368 എന്നുള്ള റേഞ്ചിലേക്ക് നിഫ്റ്റി ബാങ്ക് പോകാനുള്ള സാധ്യതയുണ്ട്. ഇന്നലത്തെ ക്യാൻഡിൽ കുറച്ച് സംതൃപ്തി തരുന്ന ക്യാൻഡിലാണ്. നമുക്കിപ്പം ഇനിയുള്ള ഈ ഒരു വീക്ക് നമുക്ക് നോക്കാം. ഇപ്പം ബാങ്ക് നിഫ്റ്റിയും കൂടെ ഒന്ന് സെറ്റായി നിൽക്കുവാണെങ്കിൽ നമുക്ക് SBI പോലുള്ള സ്റ്റോക്സിലൊക്കെ ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റീസ് വരും. സോ നമുക്ക് വാച്ച് ചെയ്യാം. ഓക്കെ, അടുത്തത് CNX സ്മോൾ ക്യാപ്പ് ആണ്. CNX സ്മോൾ ക്യാപ്പ് നിങ്ങൾ നോക്കി
ഈ ഒരു സപ്പോർട്ട് റേഞ്ചിൽ ഹോൾഡ് ചെയ്യുന്നുണ്ട്. അപ്പം ഇവിടെ എല്ലാ ഇൻഡെക്സും സപ്പോർട്ട് റേഞ്ച് ഹോൾഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇൻഡെക്സുകൾ പ്രധാനപ്പെട്ടതായിട്ടുള്ള സപ്പോർട്ട് റേഞ്ച് ഹോൾഡ് ചെയ്യുമ്പോൾ സ്റ്റോക്സിലും അതിൻ്റേതായ മൂവ്മെൻറ്റ് നമുക്ക് പ്രതീക്ഷിക്കാം. സോ സ്മോൾ ക്യാപ്പ് ഇൻഡെക്സിലും നമ്മൾ വാച്ച് ചെയ്യുക. ഈ ഒരു ദിവസം നമ്മൾ ഇതിന് എക്സ്പോഷറൊന്നും പോകാതെ വലിയ റിസ്ക്കുകളൊന്നും എടുക്കാതെ വാച്ച് ചെയ്യുക. ഇനിയുള്ള ഈ ദിവസങ്ങളിൽ ഈ ഒരു സപ്പോർട്ട് ഹോൾഡ് ചെയ്യുവാണെങ്കിൽ നമുക്ക് നല്ല നല്ല സെറ്റപ്സ് സ്റ്റോക്സിലും ബിൽഡ് ആവുന്നതായിരിക്കും. ആൻഡ് PSU ബാങ്ക്, ഞാൻ PSU ബാങ്ക് ബുള്ളിഷായിരുന്നു. ഇപ്പം PSU ബാങ്കിൽ നിങ്ങൾ നോക്കിയാൽ അറിയാം, ഇന്നലെ തന്നെ 3-4 ദിവസമായിട്ട് ഈ ഒരു സപ്പോർട്ട് റേഞ്ച് ഹോൾഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ 7170 എന്നുള്ള റേഞ്ചിലേക്ക് നിഫ്റ്റി PSU ബാങ്ക് ഇൻഡെക്സ് പോകാൻ സാധ്യതയുണ്ട്. സോ PSU സ്റ്റോക്സിൽ നമുക്ക് അതിൻ്റേതായ ഗുണങ്ങൾ കിട്ടാൻ സാധ്യതയുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയും നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. അപ്പോൾ നിഫ്റ്റിയിലെ ഇന്നത്തെ ലെവൽസ്, ഇന്നത്തെ ട്രേഡിംഗ് നമുക്കൊന്ന് സൂക്ഷ്മമായിട്ട് വീക്ഷിച്ചതിന് ശേഷം മാത്രം നമുക്ക് ഫ്യൂച്ചറിലുള്ള ട്രേഡ്സ് പ്ലാൻ ചെയ്യാം. അല്ലാത്ത പക്ഷം നമ്മൾ പറഞ്ഞു ഇതൊരു ട്രാപ്പിംഗ് ആണ്, ഒരു സെല്ലേഴ്സ് ട്രാപ്പ് അല്ലെങ്കിൽ ബയേഴ്സിനെ ട്രാപ്പ് ചെയ്തതാണോ എന്ന് നമുക്ക് അറിയാൻ കഴിയത്തില്ല. അപ്പോൾ ഇന്നത്തെ ട്രേഡിങ്ങിൽ ഒരു 24,590 മുകളിലൊക്കെ ക്ലോസ് ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ 24,600 700 റേഞ്ചിലേക്കൊക്കെ ഒരു അപ്സൈഡ് തരുവാണെങ്കിൽ നമുക്ക് നിഫ്റ്റി ഈ ഒരു ട്രംപിൻ്റെ ഭീഷണിയെ അതിജീവിച്ചെന്ന് പറയാൻ കഴിയും. 150-200 പോയിൻറ്റ്സിൻ്റെ ഒക്കെ ഒരു അപ്സൈഡ് തന്നിട്ടുണ്ടെങ്കിൽ ഈ ഒരു സപ്പോർട്ട് വാലിഡായിട്ട് ഹോൾഡ് ചെയ്യുമെന്ന് നമുക്ക് പറയാൻ കഴിയും. ഓക്കെ, അപ്പോൾ ഞാൻ പ്രത്യേകിച്ച് സ്റ്റോക്സിനെ കുറിച്ചുള്ള കാര്യങ്ങളൊന്നും ഇന്ന് പറയുന്നില്ല. അപ്പോൾ എന്തായാലും നമുക്ക് ഗവൺമെൻറ് നമ്മളെ വിശ്വസിച്ച് നമ്മളെ ഒരു കോൺഫിഡൻസ് ബിൽഡ് ചെയ്യുന്നത് കൊണ്ട് തന്നെ നമുക്കൊന്ന് കോൺഫിഡൻ്റ് ആയിട്ട് വലിയ പാനിക്കൊന്നും ഇല്ലാതെ നിലവിലിരിക്കാം. എൻ്റെ ഒരു ഊഹപ്രകാരമാണെങ്കിൽ നിഫ്റ്റിയിൽ ഒരു അപ്സൈഡ് വരുന്ന ഡേയ്സിൽ ഉണ്ടാവും. നമ്മൾ ഈ സപ്പോർട്ട് ഹോൾഡ് ചെയ്യുമെന്നുള്ളത് തന്നെയാണ് എൻ്റെയും ഒരു പൂർണ്ണമായ വിശ്വാസം. ഓക്കെ, അപ്പോൾ നമുക്ക് കൂടുതൽ സ്റ്റഡീസ് സ്റ്റോക്സിനെ കുറിച്ചെല്ലാമുള്ള വീഡിയോസ് ഞാൻ ഇന്ന് വൈകിട്ടോ നാളെയോ ആയിട്ടൊക്കെ ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കാം. എനിക്ക് ഇന്നത്തെ ദിവസം കൂടെ മാർക്കറ്റ് എങ്ങനെ പെർഫോം ചെയ്യുന്നു എന്ന് അറിഞ്ഞാൽ മാത്രമേ കൂടുതൽ കോൺഫിഡൻസോടെ സ്റ്റോക്സിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാൻ കഴിയത്തുള്ളൂ. അപ്പോൾ ഞാൻ വൈൻഡപ്പ് ചെയ്യുകയാണ്.